ചൂടായിട്ടുണ്ട്. നമ്മൾ മീൻ അതിലേക്ക് വെച്ച് കൊടുക്കണേ. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. അതിന് പറഞ്ഞറിയിക്കാനാവാത്ത നന്ദിയുണ്ട് നിങ്ങളോട്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കരിമീൻ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല, നമുക്ക് കരിമീൻ ഫ്രൈ അടിക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ കരിമീൻ കട്ട് ചെയ്തെടുക്കാൻ പോണ്, ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോകണം. ഓക്കെ, ഇനി നല്ല ചെതുമ്പലുണ്ട്, അതൊക്കെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കരിമീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് പണികളുണ്ട്, ആദ്യം നമ്മൾ കഴുകിയെടുക്കണം. അപ്പം നമ്മൾ ക്ലീൻ ചെയ്തെങ്കിലും ഇത് ശരിക്കും ക്ലീൻ ആയിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ കല്ലുമിട്ട് ഉരയ്ക്കണം. അപ്പോൾ കണ്ടോ, അഴുക്ക് ഇളകണുണ്ട് അതിൻ്റെ. ഇതുപോലെ കല്ലുമിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, ഈ കാണുന്ന പോലെ നമുക്കെല്ലാതും കല്ലുമ്മലിട്ട് ഉരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കരിമീൻ ക്ലീൻ ചെയ്ത് ശരിക്കും കല്ലിലേക്ക് ഇട്ട് ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വരഞ്ഞെടുക്കണം കഴുകിയതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഒരു 3-4 തവണ കഴുകിയിട്ടുണ്ട് നമ്മൾ. ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഇതൊന്ന് വരഞ്ഞു കൊടുക്കണം. കാരണം ഈ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇത് നല്ല ആഴത്തിലൊന്ന് വരഞ്ഞു കൊടുക്കണം. ഓക്കെ, അത് ഈ കാണുന്ന പോലെ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. കാശ്മീരി ചില്ലി ഒരു 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ, കുറച്ചൊരു ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി പേസ്റ്റ് അടിച്ചത് ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തത് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് 2 നാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ കറക്റ്റ് ഈ മസാലയൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ, കുറച്ച് മതി, ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ ഓക്കെ, നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, പോരാത്ത വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് ചേർത്തിട്ടാണ് അത് ഇങ്ങനെ മിക്സാക്കി കിട്ടിയത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ മിക്സിങ് മസാല ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും അതിൻ്റെ ഉള്ളിൽ ആ വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് പോകുന്ന വിധത്തിൽ വേണം നമ്മൾ ഇത് തേച്ച് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ കരിമീനും മസാല തേച്ച് കഴിഞ്ഞു. ഇനി ഇവന്മാരെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, ഇനി 1/2 മണിക്കൂർ റെസ്റ്റ് ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അടപ്പ് കത്തിച്ചിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടാവട്ടെ നമുക്ക്. ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഓക്കെ, നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്കായിട്ട് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കണം.
ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ മീൻ അതിലേക്ക് വെച്ച് കൊടുക്കണേ. ഓക്കെ, നമ്മുടെ കരിമീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം വൈകി ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കാം. അതിന്മേലെ കിഷോർ ഭായ് വാ. രണ്ടാൾ രണ്ട് സൈഡിലോ ടേസ്റ്റ് ചെയ്ത് നോക്ക്. കഴിച്ചു നോക്കിയിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന് പറയും. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.